അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ. കോൾ 8590046916. കറുവേലി പാടശേഖരം കൃഷിയോഗ്യമാക്കി കേരള കോൺഗ്രസ്. സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി കളനാശിനി തളിച്ചാണ് പാടശേഖരം സജ്ജീകരിച്ചത്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ മാറാടി കറുവേലി പാടശേഖരം കളനാശിനി പ്രയോഗം നടത്തി കൃഷിയോഗ്യമാക്കി. ഡ്രോൺ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയാണ് കളനാശിനി തളിച്ച് പാടശേഖരം സജ്ജീകരിച്ചത്. കേരള കർഷക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വിനോദ് തെക്കേക്കര ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ സംരംഭം വളരെ നല്ലൊരു കാര്യത്തിന് വേണ്ടി കൃഷിയോട് കുറച്ചുകൂടെ അടുത്തു നിൽക്കാൻ വേണ്ടിയിട്ടും എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് ഈ പാടശേഖരത്തിൽ ഈ മരുന്നൊലിപ്പ് എന്തുകൊണ്ടും നല്ല കാര്യമാണ്. കൂടുതൽ സ്ഥലങ്ങളെടുത്ത് കൃഷി ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് ദൈവം ഇടവരുത്തട്ടെ. എല്ലാവിധ ഭാവങ്ങളും എൻ്റെ ഭാഗത്തു നിന്നും ഞാൻ ആശംസകളും നേരുകയാണ്. അതുപോലെ തന്നെ ഇത് ഭംഗിയായിട്ട് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എല്ലാവരും പറയും നഷ്ടമെന്ന് പറയും. കൃഷി നഷ്ടമൊന്നുമല്ല. കൃഷി ചെയ്യേണ്ട രീതിക്ക് കൃഷി ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ലാഭകരമായിട്ട്. കാരണം ഞാനൊരു കൃഷിക്കാരനാണ്. പാർട്ടി നേതാക്കളായ ടോമി പാലമല, ബേബി ഉള്ളിനാൽ, കെ എം ജോർജ്, ജോസ് കുര്യാക്കോസ്, ജഡൻ ജോർജ് പറമ്പേൽ, ജോസ് വിൻസെന്റ്, ജിതിൻ, ബെന്നി അയ്യബ്, സോളി പോൾ, വാർഡ് മെമ്പർ ജിഷ ജിജോ തുടങ്ങിയവർ പങ്കെടുത്തു. കാർഷിക മേഖലയുടെ നൂതനവൽക്കരണം അനിവാര്യമാണെന്നും തലമുറകളെ കൃഷിയിലേക്ക് ആകർഷിക്കുവാനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും പര്യാപ്തമായ ഇടപെടലുകൾ സർക്കാർ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും കേരള കോൺഗ്രസ് നടപടി അതിന് പ്രചോദനമാകട്ടെ എന്നും നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.